നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. കലങ്ങിമറിഞ്ഞ സഭാതലം. പാർലമെന്റിന്റെ രണ്ടാം ഘട്ട ബജറ്റ് സമ്മേളനത്തിൽ ഉത്തരാഖണ്ഡിലെ രാഷ്ട്രപതി ഭരണം പ്രധാന ആയുധമാക്കി പ്രതിപക്ഷം. ജനാധിപത്യ വിരുദ്ധമായി കേന്ദ്രം സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടുകയാണെന്ന് ആരോപണം. ഉത്തരാഖണ്ഡ് വിഷയത്തിൽ ചോദ്യോത്തരവേള നിർത്തിവെച്ച് ചർച്ച വേണമെന്നും ആവശ്യം. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ്. എന്നാൽ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണത്തിന് ഇടവരുത്തിയതെന്ന് തിരിച്ചടിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച നടത്താനാകില്ലെന്നും കേന്ദ്ര സർക്കാർ. വരും ദിവസങ്ങളിലും സഭ ബഹളത്തിൽ മുങ്ങിയാൽ ചരക്ക് സേവന നികുതി ഉൾപ്പെടെയുള്ള 24 സുപ്രധാന ബില്ലുകൾ ഇക്കുറിയും വെളിച്ചം കാണില്ല. വിമർശനത്തിന്റെ ശരമുന. VS-നും പിണറായിക്കുമെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നേതാക്കൾ നടത്തുന്ന വ്യാജ പ്രചരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. VS ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഔദ്യോഗിക രേഖകളിലുണ്ട്. RSS ബന്ധം ആരോപിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമാക്കിയെന്നും ഉമ്മൻചാണ്ടി. 1977 ജനസംഘവുമായി ചേർന്ന് മത്സരിച്ചത് CPM. UDF-ന്റേത് വർഗീയതയ്ക്കെതിരായ ശക്തമായ പോരാട്ടമെന്ന് മുഖ്യൻ. BJP-യോടും RSS-നോടും സന്ധിയില്ലാ സമരം നടത്തുമെന്നും പ്രഖ്യാപനം. അതേസമയം തനിക്കും മന്ത്രിമാർക്കുമെതിരെ 136 കേസുകളുണ്ടെന്ന VS-ന്റെ ആരോപണങ്ങൾക്കെതിരെ നിലപാട് കടുപ്പിച്ച ഉമ്മൻചാണ്ടി. VS-ന്റെ നുണപ്രചരണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും വിശദീകരണം. കുരുക്കുമുറുക്കാൻ ഉറച്ച്. P. ജയരാജന്റെ വിവാദ പ്രസംഗത്തിൽ ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. കണ്ണൂരിൽ കടം സ്ഥിരമായി വന്നുകൊണ്ടിരുന്നാൽ തിരിച്ചു കൊടുക്കാമെന്ന ജയരാജന്റെ പ്രസ്താവന പരിശോധിക്കും. പ്രസംഗം പൂർണ്ണമായി പരിശോധിച്ച ശേഷം കേസെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല. കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിൽ ജയരാജന് വ്യക്തമായ പങ്കുണ്ട്. കതിരൂർ കേസിലെയും ഷുക്കൂർ വധക്കേസിലെയും അന്വേഷണം ശരിയായ ദിശയിലെന്നതിന് തെളിവാണ് ജയരാജന്റെ വാക്കുകളെന്നും ചെന്നിത്തല. അക്രമ രാഷ്ട്രീയത്തെ ന്യായീകരിച്ച് ജയരാജൻ നെടുമങ്ങാട് പ്രസംഗം നടത്തിയത് ഇന്നലെ. അതേസമയം പിണറായി വിജയനെതിരെ ചെന്നിത്തലയുടെ ഒളിയമ്പ്. വാർത്താ സമ്മേളനങ്ങളിൽ നിന്ന് പിണറായി മാറി നിൽക്കുന്നത് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ കൂടി വിലയിരുത്തലാകുമെന്നും ചെന്നിത്തല. ഒരുക്കങ്ങൾക്ക് മൂർച്ച. നാമനിർദ്ദേശ പത്രികാ സമർപ്പണ തിരക്കിൽ പ്രമുഖ സ്ഥാനാർത്ഥികൾ. VS അച്യുതാനന്ദൻ മലമ്പുഴയിലും പിണറായി വിജയൻ ധർമ്മടത്തും പത്രിക സമർപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ പത്രികാ സമർപ്പണം അവസാന ദിനമായ 29-ന്. പൂഞ്ഞാറിൽ PC ജോർജും അരുവിക്കരയിൽ KS ശബരിനാഥനും തിരുവനന്തപുരത്ത് ആന്റണി രാജുവും പത്രിക നൽകി. വെള്ളിയാഴ്ച ആദ്യ ദിനം സംസ്ഥാനത്ത് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും KM മാണിയും കുമ്മനവും ഉൾപ്പെടെയുള്ള പ്രമുഖർ പത്രിക സമർപ്പിച്ചിരുന്നു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2760 രൂപ, പവൻ 22,080 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.